ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരവുമായിട്ടാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാകുക, ഉള്ളിൽ നല്ലൊരു ഫില്ലിങ്ങും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കടലപ്പരിപ്പാണ്. ഞാനിവിടെ അരക്കപ്പ് അളവ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതാദ്യം ഒന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് വരും. ഇനി ഇതിൻ്റെ കവറിങ് ചെയ്തെടുക്കാനുള്ള ആ ഒരു കൂട്ടാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് അളവ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഞാനിവിടെ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നിക്കിൽ ഇത് മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിലോ മുഴുവനായിട്ടും മൈദയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പകുതി പകുതിയായിട്ടോ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം റിഫൈൻഡ് ഓയിലോ ഗീയോ ഉപയോഗിക്കാവുന്നതാണ്. നെയ്യാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് വരും. ഇനി ഇത് ആദ്യം എണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. സാധാരണ വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. കൂട്ട് ഒരുപാട് ലൂസ് ആവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് മാത്രം വെള്ളം ചേർത്ത് നമ്മൾ സാധാരണ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. ഇതുപോലെ കൂട്ടൊന്ന് റെഡിയായി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം കൈയെടുക്കാതെ നീഡ് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഒരുപാട് ലൂസ് ആകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. നമ്മളുടെ കടലപ്പരിപ്പ് ഇവിടെ ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ട് 4 മണിക്കൂർ നേരം ആയിട്ടുണ്ട്. കടലപ്പരിപ്പ് നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഒരുപാട് പേസ്റ്റാക്കി എടുക്കരുത്. ഒരു തരിതരിപ്പായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകം ചേർത്തിട്ടുണ്ട്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുത്തോളൂ. അതിൻ്റെ രുചി വരുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് വെച്ചോളൂ, അല്ലാന്നുണ്ടെങ്കിൽ മസാലകൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾക്കിവിടെ ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ആ ഒരു മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെയാണ് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കേണ്ടത്. ഫ്ലെയിം ഈ ഒരു സമയത്ത് ഏറ്റവും ലോയിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോളൂ, അല്ലാന്നുണ്ടെങ്കിൽ മസാല കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ഒന്ന് മസാല ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കടലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ആ ഒരു കടലപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഈ ഒരു മസാലയായിട്ട് നന്നായിട്ട് യോജിച്ച് വരുന്ന ആ ഒരു സമയം വരെയാണ് ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോളൂ, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം എന്താ കടലപ്പൊടിയൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കടലപ്പരിപ്പിൻ്റെ കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഈ ഒരു മസാലയായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്തും ഫ്ലെയിം ലോയിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു കവറിങ്ങിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു കടലപ്പരിപ്പിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 1/2 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് കാണും. അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ ഫില്ലിങ്.
അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിട്ട് കിട്ടും. ഇതുപോലെ ഒന്ന് അമർത്തി നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാണ് ഈ ഒരു കൂട്ടുണ്ടാകുക. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കുന്ന അത്രയും സമയം തന്നെ ഞാനിവിടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. നമ്മളുടെ കൂട്ട് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് വേണ്ടത്. ഇതൊന്നും കൂടെ കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള 8 ഉരുളകളാണ് എനിക്ക് ഇതും കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. അതിലൊരു ഉരുള എടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സാധാരണ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഷേപ്പ് ചെയ്യുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ഫില്ലിംഗ് ആവശ്യത്തിന് വെച്ച് കൊടുത്ത് നല്ലപോലെ തന്നെ സീൽ ചെയ്തെടുക്കുക. നല്ലപോലെ സീൽ ചെയ്തെടുത്തതിന് ശേഷം ഒന്നും കൂടെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും ഫില്ലിങ് നല്ലപോലെ സ്പ്രെഡ് ആവുന്ന രീതിക്ക്. ഇത് നമ്മൾ പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഇവിടെ ഓയിലിൻ്റെ ചൂട് ശ്രദ്ധിക്കാനുണ്ട്. അത് നല്ല ചൂടാവാൻ പാടില്ല. ഒരു മീഡിയം ചൂടാവുമ്പോഴാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് ചൂടായ എണ്ണയിലാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കളർ പെട്ടെന്ന് മാറും, പക്ഷെ ഉള്ളോളം കറക്റ്റായിട്ട് വെന്ത് വരില്ല. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് നേരം അനക്കാതെ വെക്കുക. ആ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ഫ്രൈ ചെയ്ത് വന്നതിന് ശേഷം വേണം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തും ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കേണ്ടത് വളരെ മിതമായ ചൂടുള്ള എണ്ണയിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു പുറമേ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത്. ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഈ ഒരു രീതിക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഏകദേശം 10 മിനിറ്റിൻ്റെ അടുത്ത് സമയം എടുക്കും ഇത് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് നമ്മൾ പച്ചമുളകാണ്. സാധാരണ പച്ചമുളക് എടുത്തിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് പച്ചമുളക് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആ ഒരു പച്ചമുളകിൻ്റെ ഉള്ളിലുള്ള വെള്ളപ്പറ്റ് ഉള്ളതുകൊണ്ടാണ് അതിങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മാത്രം മതി. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു കടലപ്പരിപ്പ് കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഫില്ലിങ്ങും അതുപോലെ തന്നെ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള കവറിങ്ങും എല്ലാം കൂടി വരുമ്പോൾ ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ ആ ഒരു പച്ചമുളകും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടുന്നത്. ഇത് നമുക്ക് സോസ് വെച്ചിട്ടോ ഗ്രീൻ ചട്നി വെച്ചിട്ടോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.